പാണ്ഡവലിനി കേവ്സ് കണ്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്യു ആയ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഈ സ്റ്റാച്യു മഹാരാജ സായോജി റാവു ഗായ്ക്വാഡ് മൂന്നാമന്റെ സ്റ്റാച്യു ആണ്. മഹാരാജ സായോജിറാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയും സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. സൗജന്യമായും നിർബന്ധമായും എഡ്യൂക്കേഷൻ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരുന്നു. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ നമുക്ക് അകത്തേക്ക് പോകണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ട്. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറച്ച് പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുറച്ച് മയിലിന്റെ കൂട്ടത്തെ കണ്ടു. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ് ആ കാണുന്നത്. ഒക്ടോബർ 31, 1875 ഗുജറാത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ജനിക്കുന്നത്. അദ്ദേഹം ഒരു ലോയറായിരുന്നു, അതുപോലെ തന്നെ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയും അദ്ദേഹമായിരുന്നു. 562 പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഈ 562 രാജവംശ സംസ്ഥാനങ്ങളെയും ഒന്നാക്കി ഇന്ത്യയെ ഏകീകൃതമായ രാജ്യമാക്കി മാറ്റിയത് ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അയൺമാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. 1991 ഭാരതരത്ന നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കാറിൽ പോകാൻ പറ്റില്ല. കാറ് നമ്മൾ ഇവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇട്ടിട്ട് അവിടെ നമുക്ക് ബസ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വലിയ വാഹനങ്ങൾക്ക് അപ്പുറത്ത് വേറെ പാർക്കിംഗ് സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ATM കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അവർക്ക് ഡ്രസ്സ് മാറാനുള്ള ചെറിയൊരു ഏരിയ ആണത്. പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരുപാട് ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗോൾഫ് കാർട്ടിന്റെ സർവീസുകളുണ്ട്. ഇവർക്ക് കുറെ പാക്കേജുകളൊക്കെ ഉണ്ട്. റൂട്ട് 1, റൂട്ട് 2, റൂട്ട് 3, ഒരു ഫുൾ ഡേ ടൂർ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊരു നോൺ സ്മോക്കിംഗ് ഏരിയ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാനായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിലുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്ക് ഉണ്ട് ഇവിടെ. ഈ ഡ്രിങ്കിങ് വാട്ടർ മെഷീന്റെ ടാപ്പ് കംപ്ലൈന്റ് ആയിട്ട് അതിൽ നിന്ന് വെള്ളം നിർത്താതെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ കാണുന്നൊരു ലോക്കർ റൂമാണ്. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെക്കാം. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് വന്ന ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഓൺലൈൻ ടിക്കറ്റ്സ് ആണ് എടുക്കാൻ പറ്റുന്നത്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ബസ്സിൽ കയറണം. നമ്മുടെ ബസ്സിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പക്ഷെ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ബസ് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ വഴിയിലിറങ്ങി വേറൊരു ബസ്സിൽ മാറി കയറിയാണ് പിന്നെ അങ്ങോട്ട് എത്തിയത്. പോകുന്ന വഴിക്കൊക്കെ നല്ല രീതിയിൽ ഗാർഡൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റാച്യു കാണാൻ പറ്റും. ബസ്സിന്റെ വിൻഡോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ വരുന്നത്. നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ശകലം നമുക്ക് മുമ്പോട്ട് നടക്കാനുണ്ട്. നർമ്മദ നദിയുടെ സൈഡിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ ഫ്രീ ആണ്. പക്ഷെ കുട്ടികൾ ഇത്തിരി കഷ്ടപ്പെട്ടാണ് വെള്ളം കുടിക്കുന്നത് കണ്ടത്. അതുപോലെ തന്നെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വീൽ ചെയറിന്റെ സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. പക്ഷെ നമ്മുടെ ടിക്കറ്റ് മാത്രം എന്തോ സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മൾ മുമ്പോട്ട് കയറി. എൻട്രൻസിൽ തന്നെ നല്ല അടിപൊളി വെർട്ടിക്കൽ ഗാർഡനും ഫൗണ്ടനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഇതൊരു ഇന്റർനാഷണൽ ലെവലിലാണ് ഈ എൻ്റയർ പ്രോപ്പർട്ടി മൊത്തം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വാൾ ഓഫ് യൂണിറ്റി. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നാണ്. ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ 3-ാം സ്ഥാനത്ത് നമ്മുടെ മലയാള ഭാഷയുണ്ട്. ഒരൊറ്റ ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പിന്നെയും മുന്നോട്ട് നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് മുമ്പോട്ട് നടക്കാനായിട്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ ഗാർഡൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 2013 ഇതിന്റെ അടിസ്ഥാന കല്ലിട്ടത്. 2014 പണി തുടങ്ങി. 2018 ഇതിന്റെ പണി തീർന്നത്. ഏകദേശം 4 വർഷത്തെ സമയമെടുത്തു മൊത്തം തീരാനായിട്ട്. നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു എമർജൻസി വന്നാൽ യൂസ് ചെയ്യാനായിട്ട് ആംബുലൻസും ഫയർഫോഴ്സും ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് നർമ്മദ നദി. ഇതിൽ പല ആക്ടിവിറ്റീസ് ഉണ്ട്, റിവർ റാഫ്റ്റിംഗ് പോലെ. അതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം.
ഇവിടെ നിന്ന് ഈ സ്റ്റാച്യൂയുടെ വ്യൂ കണ്ട് നടക്കാനൊരു പ്രത്യേക ഫീലാണ്. ഇനി നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നടത്തം കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാൻ ഇതുപോലത്തെ ട്രാവലേറ്ററുകളുണ്ട്. ഇത്രയും നേരം നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്നത് ഒരു പാലത്തിലൂടെയാണ്. അത് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റാച്യു എത്ര വലുതാണെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ മൊബൈലിലൂടെയോ ടി വിയുടെ കാണുന്നത് പോലെയല്ല ഇതിൻ്റെ അടിയിൽ വന്ന് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നേരിട്ട് വന്ന് കണ്ടാലാണ് ഇതിൻ്റെ ഒരു സൈസ് ക്ലിയർ ആയിട്ട് എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ സ്റ്റാച്യൂവിൻ്റെ അടിയിൽ തന്നെ ഒരു വലിയ മ്യൂസിയം ഉണ്ട്. ഇനി നമ്മൾ പോകുന്ന ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്കാണ്. ഇത്ര മനോഹരവും ഇത്ര ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മ്യൂസിയം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള മ്യൂസിയമാണിത്. ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് ഒരുപാട് ചെറിയ ചെറിയ പട്ടേൽ പ്രതിമകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരുപാട് സ്ക്രീനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് ഒരു ചെറിയ തിയേറ്ററാണ്. ഇവിടുത്തെ ഡാമിൻ്റെ കൺസ്ട്രക്ഷനും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്ന ചെറിയൊരു തിയേറ്ററാണ്. ഇതല്ല, ഈ കാണുന്നതാണ് തിയേറ്റർ വരുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അതിരുന്ന് കാണാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിങ്ങൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞൊരു 1 ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി അത്രയും പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഉച്ചയ്ക്കെങ്കിലും ഇവിടെ എത്തണം. എന്നാലാണ് ഇത് പ്രോപ്പറായിട്ടെല്ലാം നമുക്ക് സമാധാനത്തോടെ കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എത്തിയത് ഇത്തിരി വൈകിട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല. ഒരു ഓട്ടപ്രദർശനം പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടുന്ന് നമ്മൾ പോകുന്നത് അടുത്തത് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ടോപ്പിലേക്കാണ്. അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റുകളാണ്. അതെടുത്ത് നമ്മൾ ഒരു ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റ് കയറി വേണം ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ട്. ടോപ്പിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തുള്ള വ്യൂസ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഈ ഒരു എൻ്റയർ സ്റ്റാച്യൂയുടെ കൺസ്ട്രക്ഷൻ, അതായത് എങ്ങനെയാണത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതിൻ്റെ അകത്തുനിന്ന്. ഇതാണ് വ്യൂ പോയിന്റ് ഗാലറി. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കാണുന്നത് നമ്മൾ നേരത്തെ താഴത്തുനിന്ന് കണ്ടിട്ടുള്ള നർമ്മദ റിവർ തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊരു ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അത് ഹിന്ദിയിലാണ്. ഹിന്ദി അറിയുന്നവർക്കാണ് അത് മനസ്സിലാവത്തുള്ളൂ. ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വന്നിട്ടുള്ള ആ റോഡ് ഉണ്ടല്ലോ, ആ റോഡെല്ലാം നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. തിരിച്ചു പോകുന്ന വഴിക്ക് ലിഫ്റ്റിൽ വെച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ്. ഇതിൻ്റെ അകത്ത് ലോകത്തിലുള്ള പ്രധാനപ്പെട്ട സ്റ്റാച്യുകളുടെ അതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ചെറിയൊരു TV പ്രസൻറ്റേഷൻ ഉണ്ട് അവിടെ. ഈ കാണുന്നത് പട്ടേലിൻ്റെ ജീവിതം കാണിക്കുന്ന ഒരു ചെറിയ തിയേറ്ററാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് ചെല്ലുന്നത് കാണുമ്പോൾ നമുക്കൊരു ലൈബ്രറി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതൊരു ഒറിജിനൽ ലൈബ്രറി അല്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ബോർഡിലൊരു പടം മാത്രമുള്ള ലൈബ്രറി എന്ന് തോന്നിക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ക്രീനുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് അറിവുകൾ, അതായത് ഇതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി എല്ലാവരോടും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അതിനു മുമ്പ് ഓടിച്ചിട്ടൊന്ന് കാണാനും ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നും വിചാരിച്ചിട്ട് സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിച്ചിട്ടുള്ള നടപ്പാണിത് മൊത്തം. നമുക്ക് ഏറ്റവും മിസ്സായി പോയത് ഈ ഒരു എൻട്രൻസ് ആണ്. സമയം കഴിഞ്ഞതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു. അവിടെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ തൊട്ടടുത്ത് വരെ നമുക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായേനെ. പക്ഷെ നമുക്കത് മിസ്സായി. നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ്. പോകുന്ന വഴിക്ക് ഒരു പയ്യൻ്റെ അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരമായിട്ട് പുള്ളി നല്ല ഡാൻസ് കളിയാണ്.
രാത്രി ആകുന്നതോടെ ഇവിടെ സ്പോട്ട് ലൈറ്റുകൾ വരും. അതുപോലെ തന്നെ രാത്രി ഏകദേശം ഒരു 7 മണിയാകുന്നതോടെ ഇവിടെ ഈ സ്റ്റാച്യൂവിൽ നമുക്കൊരു ലൈറ്റ് ഷോ ഉണ്ട്. ആ ലൈറ്റ് ഷോ കാണാനുള്ള തിരക്കാണ്. ഇത് സാധാ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നത്. കുറച്ച് നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രൈസ് കൂടുന്നവരും നമുക്ക് അതിനടുത്തിരുന്ന് കാണാം. പക്ഷേ അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ അധികം സമയം കളയാതെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. കാരണം ഈ ഷോ കഴിഞ്ഞ് വരുമ്പോൾ ബസ്സുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കണ്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു പോന്നു. 150 രൂപ തൊട്ട് 2000 രൂപ വരെയുള്ള ടിക്കറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ അടുത്ത് പോകുന്നത് അമൂലിൻ്റെ സ്വന്തം നാടായ ആനന്ദിലേക്കാണ്.